ജാസ്മിൻ പഠിച്ച കള്ളിയാണ്. വാ തുറന്നാൽ കള്ളമേ പറയൂ. ഒരു രീതിയിലും ജാസ്മിൻ്റെ വാക്കുകൾക്ക് വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നിപ്പോൾ അനുഭവങ്ങളോടെ തന്നെ പല ആളുകളും ജാസ്മിൻ്റെ സബ്സ്ക്രൈബർമാർ വരെ വീട്ടമ്മമാർ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ എപ്പോഴും ഈ പറയുന്ന കാര്യമല്ല ചെയ്യുന്നത്, ഈ പറയുന്നതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടമ്മ പറയുന്നത് താൻ ജാസ്മിൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർമാരിൽ ഒരാളാണ്. അപ്പോൾ ഈ ജാസ്മിനെ കണ്ട് നല്ല വ്യക്തിത്വമുണ്ട്, നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ താൻ മൈലാഞ്ചിയും ഈ ഹെന്ന നെയിൽ കോണൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അവർ ജാസ്മിനെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇത് വേണോ, ഈ ഹെന്ന നെയിൽ കോൺ മൈലാഞ്ചിയൊക്കെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ റിപ്ലൈ ചെയ്തത് താൻ ഈ മൈലാഞ്ചി ഒന്നും ഉപയോഗിക്കാറില്ല, തനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ മെസ്സേജ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ വീട്ടമ്മ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ജാസ്മിൻ മൈലാഞ്ചി ഇട്ടുള്ള ഷോർട്സ് വീഡിയോ ഇട്ടത് കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് എപ്പോൾ ഇട്ട വീഡിയോയാണ് എന്ന് നിങ്ങൾ നോക്കിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനാവശ്യമായി എടുത്തു ചാടി ഇങ്ങനെ ഓരോ കമൻറ്റുമായി വരരുത് എന്നുള്ള രീതിയിൽ ജാസ്മിൻ റിപ്ലൈ ചെയ്തു. അപ്പോൾ അത് പിന്നെ ഇവർ തിരിച്ചങ്ങോട്ടൊന്നും പിന്നെ കമൻറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിപ്പോൾ ഈ ബിഗ് ബോസിൽ ഹൗസിലേക്ക് കയറി വന്നപ്പോഴും കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പല സമയത്തും പല രീതിയിൽ കള്ളത്തരം പറയുന്നു എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് നിരന്തരമായിട്ട് ജാസ്മിൻ്റെ ഈ ഒരു 1.5 മാസമായിട്ട് കള്ളങ്ങൾ മാത്രമാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഞാൻ നെയിൽ പോളിഷ് ഇടില്ല, എനിക്ക് സ്പ്രേ അടിക്കാൻ പാടില്ല, പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, തട്ടം ഇടാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പ്രേ ഒക്കെ അടിച്ചാണ് അവിടെ, ബോഡി ലോഷനും എല്ലാം അടിച്ചാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഗബ്രിയുമായിട്ടുള്ള വിശദീകരിക്കാനാവാത്ത ആ ബന്ധം, അതൊക്കെ എന്താണ് പറയേണ്ടത്? കപടതയുടെ അങ്ങേയറ്റാണോ? ഈ പ്രേക്ഷകരെന്താ കഴുതകളാണോ? ഇത്രയും ഇങ്ങനെ വെറുപ്പിക്കൽ, അതായത് കയറി വന്ന് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ലവ് ട്രാക്ക് തുടങ്ങുകയാണ്. ഇതൊക്കെ മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതപ്പം നേരത്തെ ഇതെല്ലാം പ്ലാൻ ചെയ്തു വന്നാണ്. മൊത്തം ഊടായ്പിൻ്റെ ഒരു ഫുൾ നെഗറ്റീവ് ഗെയിമറായിട്ടാണ് ജാസ്മിൻ കളിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിൽ നെഗറ്റിവിറ്റിക്കും നല്ല ഒരു റീച്ചുണ്ട്, നല്ല സപ്പോർട്ടും കയ്യടിയൊക്കെ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരൊക്കെ ജാസ്മിന് സപ്പോർട്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ ഷോയിൽ കുറേയൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ ഇനിയിപ്പോൾ ഭാവിയിൽ ജാസ്മിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റീനെ മാറ്റി പോസിറ്റിവിറ്റി ആക്കാനുള്ള എന്തെങ്കിലും നാടകമോ കരച്ചിലോ ഇങ്ങനത്തെ വലിയ രീതിയിലുള്ള നാടകീയമായ എന്തെങ്കിലും സംഭവിച്ചാലാണ് പിന്നെ ജാസ്മിന് ഇതിൽ എന്തെങ്കിലും ഒരു കൂടുതൽ ഈ പ്രേക്ഷക പിന്തുണ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും ജാസ്മിനെ വെറുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. എല്ലാ വീഡിയോയിലും ജാസ്മിനെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ തർക്കിക്കാനറിയാം, ഇങ്ങനെ വാക്ക് സാമർഥ്യമുണ്ട്, ഇങ്ങനെ എതിരാളികളെയൊക്കെ വളരെ ശക്തമായി പ്രതിരോധിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരന്തരം വാക്കുകൾ കൊണ്ടിങ്ങനെ ചൊറിയാനും വെറുപ്പിക്കാനും അറിയാമെന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ അകത്ത് ജാസ്മിന് പിടിവള്ളിയായിട്ടുള്ളത്. സ്മോൾ ഫാമിലി ഡ്രീംസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഇങ്ങനെ ഒരു പ്രേക്ഷകയായ വീട്ടമ്മ ജാസ്മിൻ്റെ ഈ കള്ളങ്ങൾ പറഞ്ഞുള്ള അനുഭവം വിവരിച്ചത്. എന്തായാലും ജാസ്മിൻ്റെ വേറെ കാര്യങ്ങളെടുത്താലും ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആ വരനൊക്കെ ജാസ്മിനെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. പറയുന്ന കാര്യങ്ങൾ ജാസ്മിനെല്ലാം കള്ളമാണ് പറഞ്ഞത്, തന്നെ ചതിച്ചു എന്ന് വരെയാണ് ആ വരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്.